2006 ഫെബ്രുവരി 21. ഇംഗ്ലണ്ടിലെ കെന്റ് നഗരത്തിൽ നല്ല തണുപ്പുള്ള ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം. സമയം കൃത്യം 6 മണി. സെക്യൂരിറ്റാസ് ക്യാഷ് ഡിപ്പോയുടെ മാനേജരായ കോളിൻ ഡിക്സൺ തന്റെ ജോലി കഴിഞ്ഞ് കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അന്നത്തെ വലിയ ജോലിയുടെ ക്ഷീണം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് ഔദ്യോഗിക ചിഹ്നങ്ങളില്ലാത്ത ഒരു പോലീസ് കാർ അയാളുടെ വാഹനത്തിന് കുറുകെ വന്നു നിന്നു. പോലീസ് യൂണിഫോം ധരിച്ച 2 പേർ പുറത്തിറങ്ങി കോളിനോട് കാറിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. യാതൊരു സംശയവുമില്ലാതെ അയാൾ പുറത്തിറങ്ങി. ഉടൻ തന്നെ അവർ അയാളുടെ കൈകളിൽ വിലങ്ങുവെച്ചു. താൻ എന്തെങ്കിലും ട്രാഫിക് നിയമം ലംഘിച്ചിട്ടുണ്ടാകാം എന്ന് മാത്രമാണ് കോളിൻ ആ നിമിഷം കരുതിയത്. പക്ഷേ അവർ അയാളെ കയറ്റിയത് പോലീസ് സ്റ്റേഷനിലേക്കുള്ള വണ്ടിയിലായിരുന്നില്ല. നഗരത്തിൽ നിന്ന് വളരെ അകലെയുള്ള വിജനമായ ഒരു ഫാമിലേക്കാണ് ആ വാഹനം വേഗത്തിൽ പോയത്. അവിടെ എത്തിയപ്പോഴാണ് കോളിൻ ആ വലിയ സത്യം തിരിച്ചറിഞ്ഞത്. അവർ പോലീസുകാരായിരുന്നില്ല. അവരുടെ കൈകളിൽ മാരകമായ തോക്കുകളുണ്ടായിരുന്നു. ഇത് മിഡ്നൈറ്റ് ടെയിൽസ് മലയാളം. ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ രഹസ്യങ്ങൾ അന്വേഷിക്കുന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിലെ തെക്കുകിഴക്കൻ പ്രദേശങ്ങളിലെ ബാങ്കുകളിലേക്കും ATMകളിലേക്കും പണമെത്തിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനമായിരുന്നു ടോൺബ്രിഡ്ജിലെ സെക്യൂരിറ്റാസ് ക്യാഷ് ഡിപ്പോ. ശക്തമായ കോൺക്രീറ്റ് മതിലുകളുള്ള ഒരു വലിയ കോട്ടയായിരുന്നു അത്. ഏറ്റവും പുതിയ സുരക്ഷാ സംവിധാനങ്ങളും പരിശീലനം ലഭിച്ച സായുധരായ കാവൽക്കാരും അവിടെ എപ്പോഴുമുണ്ടായിരുന്നു. 2006 ഫെബ്രുവരിയിലെ ആ വാരാന്ത്യത്തിൽ ആ കെട്ടിടത്തിനുള്ളിലുണ്ടായിരുന്നത് ചെറിയ തുകയായിരുന്നില്ല. വിവിധ രാജ്യങ്ങളുടെ കറൻസികളിലായി ഏകദേശം 53 ദശലക്ഷം പൗണ്ട് അവിടെയുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 550 കോടി രൂപ. ആ വലിയ നിധി കാത്തുസൂക്ഷിക്കുന്ന കോട്ടയുടെ താക്കോലായിരുന്നു കോളിൻ ഡിക്സൺ. ഇത്രയും വലിയൊരു തുക അപഹരിക്കാൻ മാസങ്ങൾക്ക് മുൻപേ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. ലീ മുറെ എന്ന വ്യക്തിയായിരുന്നു ഇതിന്റെ മുഖ്യ സൂത്രധാരൻ. ഈ കൊള്ളയുടെ ബുദ്ധികേന്ദ്രമായ ലീ മുറെ ഒരു സാധാരണ കുറ്റവാളിയായിരുന്നില്ല. മുൻപ് ഒരു മിക്സ്ഡ് മാർഷൽ ആർട്സ് ഫൈറ്ററായിരുന്ന അയാൾക്ക് അധോലോക സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. എതിരാളികളെ റിംഗിൽ ഇടിച്ചു വീഴ്ത്തുന്ന അതേ കൃത്യതയോടെയാണ് അവൻ ഈ കൊള്ളയും ആസൂത്രണം ചെയ്തത്. വളരെ ബുദ്ധിമാനായ അയാളുടെ സംഘത്തിൽ പോൾ ആലൻ എന്ന പ്രൊഫഷണൽ കുറ്റവാളിയും മറ്റു ചിലരുമുണ്ടായിരുന്നു. ഡിപ്പോയ്ക്കുള്ളിൽ ജോലി ചെയ്യുന്ന ഒരാൾ അവർക്ക് വേണ്ട രഹസ്യ വിവരങ്ങൾ കൃത്യമായി ചോർത്തി നൽകിയിരുന്നു. CCTV ക്യാമറകളെ കബളിപ്പിക്കാൻ സിനിമകളിൽ ഉപയോഗിക്കുന്ന തരം സിലിക്കൺ കൃത്രിമ മുഖംമൂടികൾ വരെ അവർ മാസങ്ങൾക്ക് മുൻപേ തയ്യാറാക്കി വച്ചിരുന്നു. ഇതൊരു സാധാരണ മോഷണമായിരുന്നില്ല. രാജ്യത്തിന്റെ ഭരണകൂടത്തോടുള്ള ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ആ വിജനമായ ഫാമിൽ ഭയന്നു വിറച്ചു നിൽക്കുന്ന കോളിൻ ഡിക്സണിന് നേരെ അവർ ചില ഫോട്ടോകൾ നീട്ടി. പോളറോയിഡ് ക്യാമറയിൽ അപ്പോൾ എടുത്ത കുറച്ചു ചിത്രങ്ങളായിരുന്നു അത്. ആ ചിത്രങ്ങൾ കണ്ട കോളിന്റെ ഹൃദയമിടിപ്പ് നിന്നുപോയി. അയാളുടെ പ്രിയപ്പെട്ട ഭാര്യ ലിൻ, അവരുടെ 8 വയസ്സുകാരനായ മകൻ. കോളിനെ തട്ടിക്കൊണ്ടുപോയ അതേ സമയത്തു തന്നെ സംഘത്തിലെ മറ്റുള്ളവർ കോളിന്റെ വീട്ടിൽ കയറി ഭാര്യയെയും മകനെയും ബന്ദികളാക്കിയിരുന്നു. അവരെ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്ന് ആ കൊള്ളക്കാർ കോളിനോട് പറഞ്ഞു. അവരുടെ ആവശ്യം വളരെ വ്യക്തമായിരുന്നു. തങ്ങൾ പറയുന്നതുപോലെ അനുസരിച്ചാൽ ഭാര്യയെയും മകനെയും ജീവനോടെ തിരികെ നൽകും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാനോ പോലീസിനെ അറിയിക്കാനോ ശ്രമിച്ചാൽ 3 പേരുടെയും ജീവൻ അവിടെ അവസാനിക്കും. സ്വന്തം കുടുംബത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ആ അച്ഛന് മുന്നിൽ മറ്റു വഴികൾ ഒന്നുമുണ്ടായിരുന്നില്ല. തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഓർത്ത് അയാൾ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങാമെന്ന് സമ്മതിച്ചു. ബുധനാഴ്ച പുലർച്ചെ കൃത്യം 1 മണി കോളിൻ ഡിക്സണുമായി ആ കൊള്ളസംഘം സെക്യൂരിറ്റാസ് ഡിപ്പോയുടെ പ്രധാന ഗേറ്റിന് മുന്നിലെത്തി. എല്ലാവരും കൃത്യമായ പോലീസ് യൂണിഫോമുകൾ ധരിച്ചിരുന്നു. അവരുടെ കൈകളിൽ AK-47 ഉൾപ്പെടെയുള്ള മാരകമായ തോക്കുകൾ ഉണ്ടായിരുന്നു. മാനേജരായ കോളിൻ ഡിക്സണിന്റെ തിരിച്ചറിയൽ കാർഡും പാസ്വേഡുകളും ഉപയോഗിച്ച് അവർ വളരെ എളുപ്പത്തിൽ ആ വലിയ വാതിലുകൾ തുറന്ന് അകത്ത് കടന്നു. അകത്തു കയറിയ നിമിഷം തന്നെ അവർ അവിടുത്തെ പ്രധാന സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പ്രവർത്തനരഹിതമാക്കി.
വളരെ പെട്ടെന്നു തന്നെ ആ വലിയ കെട്ടിടം പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലായി. രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന 14 ജീവനക്കാരെ അവർ തോക്കിൻമുനയിൽ ബന്ദികളാക്കി. പ്ലാസ്റ്റിക് കേബിൾ ടൈകൾ ഉപയോഗിച്ച് എല്ലാവരുടെയും കൈകാലുകൾ വളരെ ഇറുക്കി ബന്ധിച്ചു. ഡിപ്പോയ്ക്കുള്ളിൽ ബന്ദികളാക്കപ്പെട്ട ആ 14 ജീവനക്കാരുടെ അവസ്ഥ വളരെ ഭയാനകമായിരുന്നു. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ആ കോൺക്രീറ്റ് മതിലുകൾക്കുള്ളിൽ അവർ ഭയന്നു വിറച്ചു കിടന്നു. ഓരോ നിമിഷവും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്ന ഭയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു സാധാരണ ദിവസം ജോലിക്ക് വന്ന അവർക്ക് തങ്ങളുടെ മുന്നിൽ നടക്കുന്ന ആ വലിയ കൊള്ള നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പിന്നീട് കൊള്ളക്കാർ ആ വലിയ വോൾട്ടുകൾ ഒന്നൊന്നായി തുറന്നു. നോട്ടുകെട്ടുകൾ വലിയ കൂടകളിലാക്കി പുറത്ത് കാത്തുകിടന്നിരുന്ന 7.5 ടൺ ഭാരമുള്ള ട്രക്കിലേക്ക് കയറ്റാൻ തുടങ്ങി. ഒരു പട്ടാള ഓപ്പറേഷൻ പോലെ വളരെ കൃത്യതയോടെയായിരുന്നു അവരുടെ ഓരോ നീക്കങ്ങളും. 53 ദശലക്ഷം പൗണ്ട് എന്നത് കേൾക്കുമ്പോൾ വെറുമൊരു സംഖ്യ മാത്രമായി തോന്നാം. എന്നാൽ അതിൻ്റെ ഭൗതികമായ ഭാരം മനുഷ്യർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കെട്ടുകളാക്കിയ ആ നോട്ടുകൾക്ക് ടൺ കണക്കിന് ഭാരമുണ്ടായിരുന്നു. അത്രയും വലിയ ഭാരം ചുമക്കാൻ അവർക്ക് വലിയൊരു ട്രക്ക് തന്നെ വേണ്ടിവന്നു. രാത്രിയുടെ നിശബ്ദതയിൽ അവർ ആ പെട്ടികൾ ഓരോന്നായി ട്രക്കിലേക്ക് കയറ്റുമ്പോൾ തങ്ങൾ പുതിയൊരു ചരിത്രം എഴുതുകയാണെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. 1 മണിക്കൂറിലധികം സമയമെടുത്താണ് അവർ ആ പണം മുഴുവൻ വണ്ടിയിൽ കയറ്റിയത്. അപ്പോഴേക്കും അവർ കൊണ്ടുവന്ന 7.5 ടൺ ഭാരമുള്ള ആ വലിയ ട്രക്ക് പൂർണ്ണമായും നിറഞ്ഞിരുന്നു. ഇനി 1 ഇഞ്ച് സ്ഥലം പോലും അതിലില്ല എന്നവർക്ക് മനസ്സിലായി. എന്നാൽ അപ്പോഴും ആ കെട്ടിടത്തിനുള്ളിലെ വോൾട്ടുകളിൽ പണം ബാക്കിയുണ്ടായിരുന്നു. അവർക്ക് ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ആ പണത്തിൻ്റെ കണക്ക് കേട്ടാൽ ആരും ഞെട്ടിപ്പോകും. 153 ദശലക്ഷം പൗണ്ട്, അതായത് ഏകദേശം 1550 കോടി രൂപ. ട്രക്കിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്രം അവർക്കത് അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. അവർ വണ്ടിയിൽ കയറ്റിയ തുക ബ്രിട്ടന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കൊള്ളയായിരുന്നു. 53,116,760 പൗണ്ട്, അതായത് 550 കോടിയിലധികം രൂപ. അതിൽ 25 ദശലക്ഷം പൗണ്ട് പഴയ നോട്ടുകളും 28 ദശലക്ഷം പൗണ്ട് പുതിയ നോട്ടുകളും കൂടാതെ മറ്റ് വിദേശ കറൻസികളുമായിരുന്നു. 2.5 മണിക്കൂറോളം അവർ ആ കെട്ടിടത്തിൽ ചെലവഴിച്ചു. പുലർച്ചെ 2:30 ബന്ധിക്കപ്പെട്ട ജീവനക്കാരിലൊരാൾ എങ്ങനെയോ കെട്ടുകൾ അഴിച്ച് പോലീസിനെ വിവരമറിയിച്ചു. മിനിറ്റുകൾക്കകം പോലീസ് സംഘം അവിടെ കുതിച്ചെത്തി. ബ്രിട്ടീഷ് പോലീസ് കേസ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അന്വേഷണമാണ് പിന്നീട് അവിടെ നടന്നത്. നഷ്ടപ്പെട്ടത് രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനത്തെ തന്നെ ബാധിക്കുന്നത്രയും വലിയൊരു തുകയായിരുന്നു. പോലീസിന് ഇതൊരു അഭിമാന പ്രശ്നമായിരുന്നു. ബ്രിട്ടീഷ് പോലീസ് അവരുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പോലീസിന് കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. എന്നാൽ കൊള്ളക്കാർ അവിടെ ഉപേക്ഷിച്ചു പോയ ആ സിലിക്കൺ കൃത്രിമ മുഖം മൂടികൾ പോലീസിന് വലിയൊരു പിടിവള്ളിയായി മാറി. അതിൽ അവശേഷിച്ച DNA പരിശോധനയിലൂടെ പ്രതികളെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു. അവർ താവളമാക്കിയിരുന്ന ആ രഹസ്യ ഫാമും പോലീസ് വളരെ വേഗം കണ്ടെത്തി. 2008 കൊള്ളയുമായി ബന്ധപ്പെട്ട 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിചാരണയ്ക്ക് ശേഷം അവർക്കെല്ലാവർക്കുമായി 100 വർഷത്തിലധികം ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചത്. പ്രധാന സൂത്രധാരനായ ലീ മുറെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മൊറോക്കോയിലേക്ക് കടന്നിരുന്നു. എന്നാൽ അധികം വൈകാതെ അവിടെ വെച്ച് അവൻ അറസ്റ്റിലായി. മൊറോക്കോയിൽ വെച്ച് 10 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട അവനെ പിന്നീട് ബ്രിട്ടനിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു. സംഘത്തിലുണ്ടായിരുന്ന മറ്റു പലർക്കും 10 മുതൽ 25 വർഷം വരെയാണ് കോടതി ശിക്ഷ നൽകിയത്. വലിയൊരു അന്വേഷണത്തിനൊടുവിൽ നഷ്ടപ്പെട്ട തുകയിൽ നിന്ന് 20 ദശലക്ഷം പൗണ്ട് പോലീസിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞു, അതായത് ഏകദേശം 200 കോടി രൂപ. എന്നാൽ ആ വലിയ കൊള്ളയുടെ യഥാർത്ഥ ദുരൂഹത അവിടെയല്ല കിടക്കുന്നത്. ബാക്കി വന്ന 32 ദശലക്ഷം പൗണ്ട്, അതായത് ഏകദേശം 320 കോടി രൂപ ഇന്നും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കൊള്ളയടിക്കപ്പെട്ട തുകയുടെ 60% എന്നേക്കുമായി അപ്രത്യക്ഷമായി. മിക്ക പ്രതികളും പിടിയിലാവുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു.
ഔദ്യോഗികമായി ഈ കേസ് തെളിയിക്കപ്പെട്ട ഒന്നാണ്. പക്ഷേ ആ പണം എവിടെ പോയി എന്ന ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരമില്ല. ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ള നടന്നത് കേവലം തോക്കുകളുടെ ബലത്തിലായിരുന്നില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം അയാളുടെ കുടുംബമാണ് എന്ന തിരിച്ചറിവിലായിരുന്നു. തന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവന് മുന്നിൽ ഏതൊരു വലിയ സുരക്ഷാക്കോട്ടയും ഒരു അച്ഛൻ തുറന്നുകൊടുക്കും. ആ ഭയത്തെയാണ് അവർ ആയുധമാക്കിയത്. കൊള്ളക്കാർ ജയിലിലായി. അവരുടെ ശിക്ഷാകാലം കഴിഞ്ഞു. അവർ പുറത്തിറങ്ങും. പക്ഷെ കോളിൻ ഡിക്സൺ എന്ന ആ മനുഷ്യൻ അനുഭവിച്ച മാനസികാഘാതം ഒരിക്കലും അവസാനിക്കില്ല. അയാളുടെ മുന്നിൽ ഇപ്പോഴും ആ പോളറോയിഡ് ചിത്രങ്ങൾ തെളിയുന്നുണ്ടാകാം. പിന്നെ ആ പണം, 320 കോടി രൂപ. അതൊരുപക്ഷെ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെയും കാത്ത് എവിടെയോ ആരും കാണാതെ ആ നോട്ടുകെട്ടുകൾ വിശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ അധോലോകത്തിന്റെ ഇരുണ്ട വഴികളിലൂടെ അത് ലോകം മുഴുവൻ ചിതറിപ്പോയിട്ടുണ്ടാകാം. ഒരൊറ്റ കാര്യം മാത്രം ഉറപ്പാണ്: ബ്രിട്ടീഷ് പോലീസിന് ആ പണം ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ല. മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം ആസൂത്രണം ചെയ്ത ഒരു കുറ്റകൃത്യത്തിന്റെ അവസാനിക്കാത്ത രഹസ്യമായി അത് എന്നും നിലനിൽക്കും.